topic application of marginal costing or CVP analysis or managerial use of marginal costing. മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ മാനേജീരിയൽ യൂസസ് അല്ലെങ്കിൽ അതിൻ്റെ അപ്ലിക്കേഷനാണ് പറയുന്നത്. സോ വൺ ഓഫ് ദ ബേസിക് ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് ഈസ് ടു മേക്ക് ഡിസിഷൻ അല്ലേ. മാനേജ്മെൻറ്റിൻ്റെ ബേസിക് ഫങ്ഷൻ എന്ന് പറയുന്നത് ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്. Decision making process involves selection of a course of action or alternative from among various alternatives. ഡിസിഷൻ മേക്ക് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? ഒരുപാട് ഓൾട്ടർനേറ്റീവ്സിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. There are many techniques which help management in the process of decision making. സോ ഒരുപാട് ടെക്നിക്സ് ഉണ്ട് ഈ ഒരു മാനേജ്മെൻറ്റിന് ഡിസിഷൻ മേക്ക് ചെയ്യാൻ വേണ്ടി സഹായിക്കാൻ. സോ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടെക്നിക്ക് ഈസ് മാർജിനൽ കോസ്റ്റിംഗ്. അതിലൊരു ടെക്നിക്കാണ് മാർജിനൽ കോസ്റ്റിംഗ്. സോ മാർജിനൽ കോസ്റ്റിംഗ് ഉപയോഗിച്ചുകൊണ്ട് മാനേജ്മെൻറ്റിന് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് നടത്താൻ പറ്റും. Some of the important area where marginal costing technique will be applied are as follows. അങ്ങനെ മാർജിനൽ കോസ്റ്റിംഗ് ഉപയോഗിച്ചുകൊണ്ട് ഡിസിഷൻ എടുക്കുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ഏരിയാസാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ അപ്ലിക്കേഷൻ ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് അല്ലെങ്കിൽ മാനേജറിയൽ യൂസ് ഓഫ് മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ഒരു ഹെഡിങ്ങിൻ്റെ മീനിങ് എന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റിംഗ് എന്ന ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് ഡിസിഷൻസ് മാനേജ്മെൻറ്റിന് എടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അപ്ലിക്കേഷനാണ്, ആ ടെക്നിക്കിൻ്റെ ഒരു അപ്ലിക്കേഷനാണ്. അപ്പോൾ ഏതൊക്കെ ഡിസിഷൻസാണ് എടുക്കാൻ പറ്റാമെന്ന് നമുക്ക് നോക്കാം. മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ മാനേജറിയൽ യൂസസ് ഒരു 9 പോയിൻ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഈ 9 ഏരിയയിലും നമുക്ക് മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഡിസിഷൻ എടുക്കാം. അപ്പോൾ അതിൽ ആദ്യത്തെ പോയിന്റിലേക്ക് പോവാം. ഓരോന്ന് 1 by 1 ആയിട്ട് പറയാം നമുക്ക്. ഫസ്റ്റ് പോയിന്റ് സെലക്ഷൻ ഓഫ് സ്യൂട്ടബിൾ സെയിൽ മിക്സ് ഓർ പ്രൊഡക്റ്റ് മിക്സ് ആണ്. അതിൽ പറയുന്നത് വെൻ എ കൺസേൺ മാനുഫാക്ചർ മോർ ദാൻ വൺ പ്രൊഡക്റ്റ് എ പ്രോബ്ലം എറൈസ് ആസ് ടു വിച്ച് പ്രൊഡക്റ്റ് മിക്സ് വിൽ ഏൺ മാക്സിമം പ്രോഫിറ്റ്. ഒരു കൺസേൺ ഒന്നിലധികം പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രോബ്ലം വരും. ഏതൊക്കെ പ്രൊഡക്റ്റ് മിക്സാണ് കൂടുതൽ പ്രോഫിറ്റ് തരിക എന്നുള്ളത്, മാക്സിമം പ്രോഫിറ്റ് ഏത് പ്രൊഡക്റ്റ് മിക്സ് നിന്നാണ് കിട്ടുക എന്നുള്ള ഒരു പ്രോബ്ലം വരും. ഫോർ ദിസ് പർപ്പസ് മാർജിനൽ കോസ്റ്റിംഗ് ഹെൽപ്പ് ദ മാനേജ്മെൻറ്റ് ഇൻ സെലക്ടിങ് ബെസ്റ്റ് സെയിൽ മിക്സ്. ഈ ഒരു പർപ്പസ് അല്ലെങ്കിൽ ഈ ഒരു ആവശ്യത്തിന് മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്. മാർജിനൽ കോസ്റ്റിംഗ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഏറ്റവും നല്ല പ്രൊഡക്റ്റ് മിക്സ് അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സെയിൽ മിക്സ് സെലക്ട് ചെയ്യും. സോ മാർജിനൽ കോസ്റ്റിംഗ് പ്രകാരം എങ്ങനെയാണ് ബെസ്റ്റ് ആയിട്ടുള്ള സെയിൽസ് മിക്സ് സെലക്ട് ചെയ്യുക എന്നാണ് പറയുന്നത്. ദ ബെസ്റ്റ് സെയിൽസ് മിക്സ് ഈസ് ദ വൺ വിച്ച് ഏൺ മാക്സിമം കോൺട്രിബ്യൂഷൻ. ഏത് പ്രൊഡക്റ്റ് മിക്സിനാണോ ഏത് സെയിൽ മിക്സിനാണോ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും മാക്സിമം ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ ആ പ്രൊഡക്റ്റ് മിക്സ് സെലക്ട് ചെയ്യുക. അതിൽ നിന്നായിരിക്കും നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുക. ഇത്രയേ ഉള്ളൂ. അതായത് ഇപ്പം ABCD അങ്ങനെ 4 പ്രൊഡക്റ്റ് ഉള്ള ഒരു മാനുഫാക്ചർ കൺസേൺ ആണെങ്കിൽ ആ പ്രൊഡക്റ്റിൽ ഏതൊക്കെ പ്രൊഡക്റ്റ് നമുക്ക് എടുക്കണം എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഈ ഓരോ പ്രൊഡക്റ്റിൻ്റെയും കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കുക. എന്നിട്ട് ഏത് പ്രൊഡക്റ്റ് മിക്സ്, ഇപ്പം ചില സമയത്ത് A and B എടുക്കണോ അല്ലെങ്കിൽ B and C എടുക്കണോ C and D എടുക്കണോ അങ്ങനെയായിരിക്കും പ്രോബ്ലം വരിക. അപ്പം അത് ഏത് എടുക്കണം എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രൊഡക്റ്റ് മിക്സിൻ്റെ ഒക്കെ കോൺട്രിബ്യൂഷൻ എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ഇൻഡിവിജ്വലായിട്ട് കണ്ടുപിടിച്ചിട്ട് അത് ആഡ് ചെയ്താൽ നമുക്ക് കോമ്പിനേഷൻ കിട്ടും. കോമ്പിനേഷൻ ഓഫ് പ്രൊഡക്റ്റ് മിക്സ് കിട്ടും, എത്രയാണ് വരുന്നത് എന്നുള്ളത് കോൺട്രിബ്യൂഷൻ. അപ്പോൾ ഏത് പ്രൊഡക്റ്റ് മിക്സിനാണോ കൂടുതൽ കോൺട്രിബ്യൂഷൻ കിട്ടുന്നത് അത് സെലക്ട് ചെയ്യുക. ഓക്കെ, ഒരു പ്രോബ്ലം പറയുന്ന സമയത്ത് കുറച്ചും കൂടി ക്ലിയർ ആവും. ഈ ഒരു പ്രോബ്ലത്തിലേക്ക് പോവാം. ഫോളോയിങ് ഇൻഫർമേഷൻ ഹാസ് ബീൻ ഒബ്റ്റെയിൻഡ് ഫ്രം കോസ്റ്റ് റെക്കോർഡ് ഓഫ് കമ്പനി മാനുഫാക്ചറിങ് സ്പെയർ പാർട്സ്. സ്പെയർ പാർട്സ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയുടെ കോസ്റ്റ് റെക്കോർഡാണ് തന്നിരിക്കുന്നത്. അവരുടെ സ്പെയർ പാർട്സ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എക്സും വൈയും ആണ്. എക്സിൻ്റെ ഡയറക്റ്റ് മെറ്റീരിയൽ, വൈയുടെ ഡയറക്റ്റ് മെറ്റീരിയലും, ഡയറക്റ്റ് വേജസ്, വേരിയബിൾ ഓവർ ഹെഡ്, സെല്ലിംഗ് പ്രൈസ്, ഫിക്സഡ് ഓവർ ഹെഡ് ഇതൊക്കെ തന്നിട്ടുണ്ട്. ദെൻ പിന്നീട് പറയുന്നത് ദ ഡയറക്ടേഴ്സ് വാണ്ട് ടു നോ സെലക്ട് എനി ഓഫ് ദ ഫോളോയിങ് ആൾട്ടർനേറ്റീവ് പ്രൊഡക്റ്റ് മിക്സ് ഫോർ ദി നെക്സ്റ്റ് പീരീഡ്. ഡയറക്ടേഴ്സിന് വേണ്ടത് എന്താണ്? ഏതെങ്കിലും നല്ലൊരു പ്രൊഡക്റ്റ് മിക്സ് സെലക്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. അതായത് ഏറ്റവും നല്ലോണം പ്രോഫിറ്റ് കിട്ടുന്ന പ്രൊഡക്റ്റ് മിക്സ് സെലക്ട് ചെയ്യുക. താഴെ ഒരുപാട് പ്രൊഡക്റ്റ് മിക്സ് തന്നിട്ടുണ്ട്. സോ ഒരു നെക്സ്റ്റ് പീരീഡിലേക്ക് ഈ തന്നിരിക്കുന്ന പ്രൊഡക്റ്റ് മിക്സിൽ ഏതാണ് ഏറ്റവും നല്ലത് എന്നാണ്
ഡയറക്ടേഴ്സിന് അറിയേണ്ടത്. സോ അങ്ങനെ 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് 4 പ്രോഡക്റ്റ് മിക്സ് തന്നിട്ടുണ്ട് അല്ലേ. ഒന്നാമത്തെ പ്രോഡക്റ്റ് മിക്സിൽ 250 യൂണിറ്റ്സ് ഓഫ് എക്സ് ആൻഡ് വൈ ആണ്. രണ്ടാമത്തത് 400 യൂണിറ്റ്സ് ഓഫ് വൈ മാത്രം. അതുപോലെ മൂന്നാമത്തത് 400 യൂണിറ്റ്സ് ഓഫ് എക്സ് ആൻഡ് 100 യൂണിറ്റ്സ് ഓഫ് വൈ. ദെൻ നാലാമത്തത് 150 യൂണിറ്റ്സ് ഓഫ് എക്സ് ആൻഡ് 350 യൂണിറ്റ്സ് ഓഫ് വൈ. ഇതാണ് പ്രോഡക്റ്റ് മിക്സ് തന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് ബെസ്റ്റ് ആയിട്ടുള്ളത് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. സ്റ്റേറ്റ് വിച്ച് ഓഫ് ദ ഓൾട്ടർനേറ്റീവ് സെയിൽ മിക്സ് യു വുഡ് റെക്കമെൻഡ് ടു ദി മാനേജർ. മാനേജറിന് ഏത് സെയിൽ മിക്സ് ആയിരിക്കും നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുക എന്നാണ് ചോദ്യം. അപ്പം നമുക്കറിയാം പ്രോഡക്റ്റ് മിക്സ് ഏത് ബെസ്റ്റായിട്ട് സെലക്ട് ചെയ്യണം എന്നുള്ളത് എങ്ങനെയാണ്. ആ പ്രോഡക്റ്റ് മിക്സിൻ്റെ കോൺട്രിബ്യൂഷൻ ഏതാണോ കൂടുതൽ കിട്ടുന്നത് ആ പ്രോഡക്റ്റ് മിക്സ് സെലക്ട് ചെയ്യുക. അപ്പോൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്, തന്നിരിക്കുന്ന പ്രൊഡക്റ്റ് ആയ സ്പെയർ പാർട്സ് എക്സും വൈയുടെയും കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കുക. കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ നിങ്ങൾ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഉപയോഗിച്ചിട്ടാണ് കാണേണ്ടത്. അത് നിങ്ങൾക്ക് തന്നെ അറിയാം. കോൺട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ എന്താണ്, സെല്ലിംഗ് പ്രൈസ് മൈനസ് വാരിയബിൾ കോസ്റ്റ് ആണ് അല്ലേ. സെല്ലിംഗ് പ്രൈസ് എക്സിനും വൈക്കും തന്നിട്ടുണ്ടല്ലോ, അത് എടുത്തെഴുതുക. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എല്ലാം പെർ യൂണിറ്റിലാണ് ക്വസ്റ്റ്യനിലുള്ളത്. അതുപോലെ എഴുതുക. കാൽക്കുലേഷൻ ഓഫ് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എക്സും വൈയും എഴുതുക. എന്നിട്ട് സെല്ലിംഗ് പ്രൈസ് എടുത്തെഴുതുക. സെല്ലിംഗ് പ്രൈസ് എത്രയാണ്, എക്സിൻ്റേത് ₹25, വൈയുടെ ₹20. ഓക്കെ. ഇനി അടുത്തത് ഇതിൽ നിന്ന് വാരിയബിൾ കോസ്റ്റ് കുറക്കണം. വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, ഡയറക്റ്റ് മെറ്റീരിയൽ വാരിയബിൾ കോസ്റ്റ് ആണ്, ഡയറക്റ്റ് വേജസ് വാരിയബിൾ കോസ്റ്റ് ആണ്, വാരിയബിൾ ഓവർ ഹെഡ് വാരിയബിൾ കോസ്റ്റ് ആണ്. ഫിക്സഡ് ഓവർ ഹെഡ് എടുക്കേണ്ട ആവശ്യമുണ്ടോ, വേണ്ട. കോൺട്രിബ്യൂഷൻ കാണാൻ നമുക്ക് വാരിയബിൾ കോസ്റ്റ് മാത്രമാണ് വേണ്ടത്. സോ തന്നിരിക്കുന്ന വാരിയബിൾ കോസ്റ്റ് എടുത്തെഴുതുക. വാരിയബിൾ കോസ്റ്റിൽ ആദ്യം നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയൽ എഴുതാം. ഡയറക്റ്റ് മെറ്റീരിയൽ ഇവിടെ എക്സിന് ₹8ഉം വൈക്ക് ₹6ഉം തന്നിട്ടുണ്ട്. ഇനി ഡയറക്റ്റ് വേജസ് എഴുതുക. ഡയറക്റ്റ് വേജസ് ഇവിടെ എങ്ങനെയാണ് തന്നിരിക്കുന്നത്, 24 hour അറ്റ് 25 പൈസയാണ് പറയുന്നത്. അപ്പം 25 പൈസ എന്ന് പറയുമ്പം 0.25 എടുക്കുക. 24 × 0.25 ചെയ്താൽ എത്രയാണോ എമൗണ്ട് കിട്ടുന്നത് അതാണ് ഡയറക്റ്റ് വേജസിൽ വരിക. 6 കിട്ടും. അതുപോലെ തന്നെ വൈയിൽ 16 hour അറ്റ് 25 പൈസ തന്നെയാണ് പറയുന്നത്. അപ്പോൾ 0.25 × 16 കണ്ടാൽ 4 കിട്ടും. അപ്പോൾ ഡയറക്റ്റ് വേജ് എക്സിൻ്റെത് 6ഉം വൈയുടെ 4ഉം ആണ് കിട്ടുക. ഡയറക്റ്റ് മെറ്റീരിയൽ ഓൾറെഡി നമ്മൾ എഴുതി. ഇനി വാരിയബിൾ ഓവർ ഹെഡ് ഇവിടെ വേജസിൻ്റെ 150% ആണ് എക്സിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ വേജസ് എത്രയാണ്, എക്സിൻ്റെത് 6 ആണ്. 6ൻ്റെ 150% 9. അതാണ് വാരിയബിൾ ഓവർ ഹെഡ് ഓഫ് എക്സ് കിട്ടുക. അതുപോലെ വൈയുടെ 150% ഓഫ് വേജസ് തന്നെയാണ്. വൈയുടെ വേജസ് എത്രയാണ് കിട്ടിയിരുന്നത്, 4 ആണ്. 4ൻ്റെ 150% 6. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ട് സെല്ലിംഗ് പ്രൈസിൽ നിന്ന് ടോട്ടൽ വാരിയബിൾ കോസ്റ്റാണ് മൈനസ് ചെയ്യേണ്ടത്. എക്സിൻ്റെ ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 6ഉം 8ഉം 9ഉം ആഡ് ചെയ്താൽ എത്ര കിട്ടും, 23 കിട്ടും. അപ്പോൾ 25 - 23 എത്രയാണ്, 2. അതാണ് എക്സിൻ്റെ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കിട്ടുക. ദെൻ വൈയുടെ ആണെങ്കിൽ വാരിയബിൾ കോസ്റ്റ് ടോട്ടൽ ചെയ്യുകയാണെങ്കിൽ 6 6 12 4 16. 20 - 16 കുറച്ചാൽ വൈയുടെ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് 4 കിട്ടും. അപ്പം നമുക്ക് രണ്ട് എക്സിൻ്റെയും വൈയുടെയും കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കിട്ടി. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഓരോ പ്രോഡക്റ്റ് മിക്സിൻ്റെയും ടോട്ടൽ കോൺട്രിബ്യൂഷൻ കാണാം. അപ്പോൾ ആദ്യത്തെ തന്നിരിക്കുന്ന പ്രോഡക്റ്റ് മിക്സ് ഏതാണ്, 250 യൂണിറ്റ്സ് ഓഫ് എക്സ് ആൻഡ് വൈ ആണ് അല്ലേ. അപ്പോൾ അത് ആദ്യം എടുത്തെഴുതുക. 250 യൂണിറ്റ്സ് ഓഫ് എക്സ് ആൻഡ് വൈ. ഓക്കെ. ഇനി ഈ ഒരു തന്നിരിക്കുന്ന ആ ഒരു പ്രോഡക്റ്റ് മിക്സിൻ്റെ ടോട്ടൽ കോൺട്രിബ്യൂഷനാണ് കാണേണ്ടത്. 250 യൂണിറ്റ്സ് ഓഫ് എക്സും 250 യൂണിറ്റ്സ് ഓഫ് വൈയും ആണ്. അപ്പം എക്സിൻ്റെ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എത്രയാണ്, 2 ആണ്. അന്നേരം 250 യൂണിറ്റ്സ് ഓഫ് എക്സിൻ്റെ കോൺട്രിബ്യൂഷൻ എത്രയായിരിക്കും, 250 × 2 അല്ലേ. അതുപോലെ വൈയുടേത് 4 ആണ് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. അപ്പോൾ 250 യൂണിറ്റ്സിൻ്റെത് 250 × 4. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്താൽ നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് മിക്സിൻ്റെ ടോട്ടൽ കോൺട്രിബ്യൂഷൻ കിട്ടും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഈക്വൽ ടു 250 × 2 + 250 × 4 എത്രയാണ്, 1500. അതാണ് ടോട്ടൽ കോൺട്രിബ്യൂഷൻ. അപ്പം ആദ്യത്തെ പ്രോഡക്റ്റ് മിക്സിൻ്റെ കോൺട്രിബ്യൂഷൻ എത്രയാണ് കിട്ടുക, 1500 രൂപ കിട്ടും. വേണമെങ്കിൽ നമുക്ക് പ്രോഫിറ്റും കണ്ടുവെക്കാം. പ്രോഫിറ്റിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം, കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ്
കോസ്റ്റാണ് അല്ലേ. എത്ര പ്രൊഡക്റ്റ് മിക്സ് എങ്ങനെ എടുത്താലും ഫിക്സഡ് കോസ്റ്റിൽ ഒരു വ്യത്യാസം വരാൻ പോകുന്നില്ല. ഫിക്സഡ് കോസ്റ്റ് എപ്പോഴും എത്ര തന്നെയായിരിക്കും, 750 തന്നെയായിരിക്കും. അതിപ്പം എക്സും വൈയും ഒന്നിച്ച് പ്രൊഡ്യൂസ് ചെയ്താലും എക്സും വൈ മാത്രം ചെയ്താലും എത്ര യൂണിറ്റ്സിൽ ചെയ്താലും ഫിക്സഡ് ഓവർ ഹെഡിൽ ഒരു ചേഞ്ചും വരാൻ പോകുന്നില്ല. അത് തന്നിരിക്കുന്ന 750 രൂപ തന്നെയാണ് എടുക്കേണ്ടത്. അപ്പം ആദ്യത്തെ കേസിൽ നമുക്ക് പ്രോഫിറ്റ് കാണാൻ വേണ്ടിയിട്ട് കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ 1500 750 രൂപ കുറച്ചാൽ പ്രോഫിറ്റ് എത്ര കിട്ടും, 750 കിട്ടും. അതായത് 250 യൂണിറ്റ്സോ എക്സും വൈ ആണ് എടുക്കുന്നതെങ്കിൽ പ്രോഫിറ്റ് കിട്ടുക 750 രൂപയാണ്. ഇതുപോലെ രണ്ടാമത്തതും കാണാം. രണ്ടാമത്തെ പ്രോഡക്റ്റ് മിക്സ് എങ്ങനെയാണ്, 400 യൂണിറ്റ്സ് ഓഫ് വൈ ആണ് പറയുന്നത്. അപ്പോൾ വൈയുടെ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എത്രയാണ്, 4 ആണ്. അന്നേരം 400 യൂണിറ്റ്സ് ഓഫ് വൈക്ക് എത്ര കിട്ടും, 400 × 4 1600 രൂപയാണ് കോൺട്രിബ്യൂഷൻ കിട്ടുക. ദെൻ അതിൻ്റെ പ്രോഫിറ്റ് എത്രയായിരിക്കും, കോൺട്രിബ്യൂഷന് ഫിക്സഡ് കോസ്റ്റ് കുറച്ചാൽ മതി, 1600 മൈനസ് 750 650 രൂപയാണ് രണ്ടാമത്തെ പ്രോഡക്റ്റ് മിക്സിൻ്റെ പ്രോഫിറ്റ്. ഇനി മൂന്നാമത്തെ പ്രോഡക്റ്റ് മിക്സും ഇതുപോലെ ചെയ്യുക. 400 യൂണിറ്റ്സ് ഓഫ് എക്സും 100 യൂണിറ്റ്സ് ഓഫ് വൈ ആണ് പറയുന്നത്. അപ്പം 400 × 2 അതുപോലെ 100 × 4 രണ്ടും ആഡ് ചെയ്താൽ ടോട്ടൽ കോൺട്രിബ്യൂഷൻ 1200 കിട്ടും. അതിൻ്റെ പ്രോഫിറ്റ് 1200 750 മൈനസ് ചെയ്താൽ 450. ഇനി ലാസ്റ്റ് വൺ എന്താണ്, 150 യൂണിറ്റ് ഓഫ് എക്സും അതുപോലെ 350 യൂണിറ്റ്സ് ഓഫ് വൈയും അല്ലേ. അപ്പം 150 × 2 പ്ലസ് 350 × 4 ടോട്ടൽ കോൺട്രിബ്യൂഷൻ 1700 കിട്ടും. പ്രോഫിറ്റ് 1700 മൈനസ് 750 150 കിട്ടും. സോ നമുക്ക് 1 2 3 4 ആ 4 പ്രൊഡക്റ്റ് മിക്സിൻ്റെയും കോൺട്രിബ്യൂഷനും പ്രോഫിറ്റും കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്, നമ്മൾ മാനേജറിന് സജഷൻ കൊടുക്കണം ഏത് പ്രൊഡക്റ്റ് മിക്സാണ് ഏറ്റവും നല്ല പ്രൊഡക്റ്റ് മിക്സ് എന്നുള്ളത് മാനേജറിന് റെക്കമെൻഡ് ചെയ്യണം. അപ്പം നമ്മൾ എന്താണ് നമ്മുടെ പഠിച്ച റൂള്, ഏത് പ്രൊഡക്റ്റ് മിക്സിനാണോ കൂടുതൽ കോൺട്രിബ്യൂഷൻ ആ പ്രൊഡക്റ്റ് ആയിരിക്കും ബെസ്റ്റ് ആയിട്ടുള്ളത്, അതിൽ നിന്നായിരിക്കും മാക്സിമം പ്രോഫിറ്റ് കിട്ടുക. അപ്പോൾ ഈ തന്നിരിക്കുന്ന 4 എണ്ണത്തിലും ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഏതിനാണ് കൂടുതൽ കിട്ടിയതെന്ന് നോക്കുക. ഫസ്റ്റ് പ്രൊഡക്റ്റ് മിക്സിന് കോൺട്രിബ്യൂഷൻ കിട്ടിയത് 1500 ആണ്, രണ്ടാമത്തതിന് 1600 ആണ്, മൂന്നാമത്തതിന് എത്രയാണ് 1200, നാലാമത്തതിന് 1700. അപ്പം നാലാമത്തെ പ്രൊഡക്റ്റ് മിക്സിനാണ് കൂടുതൽ കോൺട്രിബ്യൂഷൻ. അതിനർത്ഥം നാലാമത്തെ പ്രൊഡക്റ്റ് മിക്സ് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പം നമുക്ക് ആ പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യത്തേൻ്റെ പ്രോഫിറ്റ് എത്രയാണ്, 750, രണ്ടാമത്തതിൻ്റെ 650, മൂന്നാമത്തതിൻ്റെ 450, നാലാമത്തെ എത്രയാണ്, 950 ആണ് അല്ലേ. നാലാമത്തതിൻ്റെ തന്നെയാണ് പ്രോഫിറ്റും കൂടുതൽ വരുന്നത്. അപ്പം നമ്മുടെ കൺക്ലൂഷൻ കറക്റ്റാണെന്ന് അർത്ഥം. കൂടുതൽ കോൺട്രിബ്യൂഷൻ കിട്ടുന്ന പ്രൊഡക്റ്റ് മിക്സിനാണ് കൂടുതൽ പ്രോഫിറ്റ് വരിക. അപ്പം അതാണ് നമ്മൾ മാനേജറിന് റെക്കമെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ കൺക്ലൂഷനായിട്ട് എഴുതുക, സെയിൽ മിക്സ് 150 യൂണിറ്റ്സ് ഓഫ് എക്സ് ആൻഡ് 350 യൂണിറ്റ്സ് ഓഫ് വൈ ഈസ് റെക്കമെൻഡഡ് ബിക്കോസ് ഇറ്റ് ഏൺ മാക്സിമം പ്രോഫിറ്റ് വിച്ച് വിൽ ഹാവ് ഹയർ കോൺട്രിബ്യൂഷൻ. അതായത് ഇതിനാണ് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ, അതുകൊണ്ട് തന്നെ ഇതാണ് മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നത്. ഓക്കെ, ഏരിയ ബൈ ഓർ മേക്ക് ഡിസിഷൻ ആണ്. അപ്പം ഈ ഒരു ഡിസിഷനിൽ എങ്ങനെയാണ് മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്ക് ഉപയോഗിക്കുന്നത് നോക്കാം. ദ ടെക്നിക്ക് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് ഹെൽപ്പ് ദ മാനേജ്മെൻറ്റ് ടു ഡിസൈഡ് വെദർ ടു മേക്ക് എ പ്രൊഡക്റ്റ് ഓർ ബൈ ഇറ്റ് ഫ്രം ഔട്ട്സൈഡ്. ഒരു പ്രൊഡക്റ്റ് പുറത്തുനിന്ന് വാങ്ങണോ അല്ലെങ്കിൽ അത് ഉണ്ടാക്കണോ എന്നുള്ള ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റിനെ സഹായിക്കുന്നത് മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്കാണ്. സച്ച് എ ഡിസിഷൻ ക്യാൻ ബി ടേക്കൺ അറ്റ് ഓൺലി ബൈ കമ്പയറിങ് മാർജിനൽ കോസ്റ്റ് ആൻഡ് ഔട്ട്സൈഡ് പ്രൈസ്. ആ ഒരു ഡിസിഷൻ എങ്ങനെയാണ് എടുക്കലെന്ന് വെച്ചാൽ ഈ പറയുന്ന പ്രൊഡക്റ്റിൻ്റെ മാർജിനൽ കോസ്റ്റും അതുപോലെ തന്നെ ഔട്ട്സൈഡ് പ്രൈസും കമ്പയർ ചെയ്തുകൊണ്ടാണ്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, വാരിയബിൾ കോസ്റ്റ് ആണ് അല്ലേ. മാർജിനൽ കോസ്റ്റിൻ്റെ മറ്റൊരു പേര് വേരിയബിൾ കോസ്റ്റ് ആണ്. ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന കോസ്റ്റാണ് വാരിയബിൾ കോസ്റ്റ് അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് പറയുന്നത് എന്താണ്, ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാലും ഇല്ല എങ്കിലും ഫിക്സഡ് കോസ്റ്റ് അവിടെ തന്നെ ഉണ്ടാവും. അതായത് ആ പ്രൊഡക്റ്റിൻ്റെ യൂണിറ്റ്സ് മാറിയാൽ പോലും ഫിക്സഡ് കോസ്റ്റിൽ ഒരു മാറ്റവും ഉണ്ടാകുമെന്നില്ല. ആ പ്രൊഡക്റ്റ് 0 യൂണിറ്റ്സ് ആയാൽ കൂടി ഫിക്സഡ് കോസ്റ്റ് അവിടെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. അതായത് റെൻറ്റ്, ഇൻഷുറൻസ്, സാലറി ഒക്കെ ഇതൊക്കെയാണ് ഫിക്സഡ് കോസ്റ്റിന് എക്സാമ്പിൾ അല്ലേ.
അതുകൊണ്ട് തന്നെ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണോ എന്നുള്ള ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഫിക്സഡ് കോസ്റ്റ് നോക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ നോക്കേണ്ടത് ഏത് കോസ്റ്റ് മാത്രമാണ്? വാരിയബിൾ കോസ്റ്റ് അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റ് ആണ്. അപ്പം നമ്മൾ ആ ഡിസിഷൻ എടുക്കേണ്ടത് ഈ പറയുന്ന വാരിയബിൾ കോസ്റ്റ് അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റ്, ആ പ്രൊഡക്റ്റ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ ഒരു പ്രൈസ് ഉണ്ടാവും അല്ലേ, ആ പ്രൈസിനെയാണ് ഔട്ട്സൈഡ് പ്രൈസ് അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ പർച്ചേസ് പ്രൈസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന മാർജിനൽ കോസ്റ്റ് ഈ പറയുന്ന ഔട്ട്സൈഡ് പ്രൈസുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടായിരിക്കും ഡിസിഷൻ എടുക്കേണ്ടത്. ഇഫ് മാർജിനൽ കോസ്റ്റ് ഈസ് ലെസ് ദാൻ മാർക്കറ്റ് പ്രൈസ് ഇറ്റ് ഈസ് ബെറ്റർ ടു മേക്ക് എ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിൻ്റെ മാർജിനൽ കോസ്റ്റാണ് അതിൻ്റെ മാർക്കറ്റ് പ്രൈസിനെക്കാട്ടിയും കുറവ് എങ്കിൽ ഏറ്റവും നല്ലത് ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്നതാണ്. അതുപോലെ തന്നെ ഇഫ് ദ മാർക്കറ്റ് പ്രൈസ് ഈസ് ലെസ് ദാൻ ദ മാർജിനൽ കോസ്റ്റ് ഇറ്റ് ഈസ് ബെറ്റർ ടു പർച്ചേസ് ഔട്ട്സൈഡ്. ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ ഔട്ട്സൈഡ് പ്രൈസ് മാർജിനൽ കോസ്റ്റിനെക്കാട്ടിയും കുറവാണെങ്കിൽ അത് പുറത്തുനിന്ന് വാങ്ങുന്നത് തന്നെയാണ് നല്ലത്. ഇങ്ങനെയാണ് ഡിസിഷൻ എടുക്കേണ്ടത്. രണ്ടും കമ്പയർ ചെയ്യുക, ഏതാണ് കുറവ് നോക്കുക, എന്നിട്ട് ആ കുറവ് എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, ഡിസിഷൻ എടുക്കുക. സോ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. AB Limited find that cost is 12.5 to make a component PS055. Okay. The same is available in the market at rupees 17.50. The breakdown of the cost is material rupees 5.50, labor rupees 3.50 each, other variables rupees 1, depreciation and other fixed costs rupees 2.50. ടോട്ടൽ കോസ്റ്റ് 12.50. ഓക്കെ, ഇങ്ങനെയാണ് കോസ്റ്റ് കാര്യങ്ങളൊക്കെ തന്നിരിക്കുന്നത്. അതായത് AB ലിമിറ്റഡ് ഒരു കോമ്പോണൻറ്റ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, അത് ഉണ്ടാക്കുന്ന സമയത്ത് കോസ്റ്റ് വരുന്നത് 12.5 ദ സെയിം ഈസ് അവൈലബിൾ. ശരിക്കും ആ ഒരു കോമ്പോണൻറ്റ് നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടും. മാർക്കറ്റിൽ കൊടുക്കേണ്ട പ്രൈസ് എന്ന് പറയുന്നത് 17.50. ഈ പറയുന്ന 12.5 എന്ന് പറയുന്നത് ആ ഒരു കോമ്പോണൻറ്റ് ഉണ്ടാക്കേണ്ട ടോട്ടൽ കോസ്റ്റാണ്. ആ ടോട്ടൽ കോസ്റ്റിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. മെറ്റീരിയൽ 5.5, ലേബർ 3.5, അതർ വാരിയബിൾസ് rupees 1, ഫിക്സഡ് കോസ്റ്റ് rupees 2.50 എന്നിട്ടാണ് ടോട്ടൽ ചെയ്തിട്ട് 12.5 എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് പറയുന്നത് ഷുഡ് യു മേക്ക് ഓർ ബൈ, ആ കോമ്പോണൻറ്റ് നിങ്ങൾ വാങ്ങോ അല്ലെങ്കിൽ ഉണ്ടാക്കുമോ എന്നുള്ള ക്വസ്റ്റ്യനാണ്. അപ്പം ഈ ഒരു ഡിസിഷൻ എങ്ങനെയാണ് എടുക്കേണ്ടത്? മാർജിനൽ കോസ്റ്റും അതുപോലെ തന്നെ മാർക്കറ്റ് പ്രൈസും കമ്പയർ ചെയ്തിട്ടാണ് ഡിസിഷൻ എടുക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് മാർജിനൽ കോസ്റ്റ് അറിയണം. കാരണം ഇവിടെ തന്നിരിക്കുന്ന ടോട്ടൽ കോസ്റ്റാണ് 12.5. അതിൽ നിന്ന് നമ്മൾ മാർജിനൽ കോസ്റ്റ് അല്ലെങ്കിൽ വാരിയബിൾ കോസ്റ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഏതൊക്കെയാണ് മാർജിനൽ കോസ്റ്റിലേക്ക് വരിക? ഡയറക്റ്റ് മെറ്റീരിയൽ വരും, ലേബർ വരും, അതുപോലെ അതർ വാരിയബിൾസ് അല്ലേ. ഇതൊക്കെയാണ് നമ്മൾ വാരിയബിൾ കോസ്റ്റ് അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഡിപ്രീസിയേഷൻ ആൻഡ് അതർ ഫിക്സഡ് കോസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ മാർജിനൽ കോസ്റ്റ് ഈക്വൽ ടു 5.5 പ്ലസ് 3.5 പ്ലസ് 1 എത്ര വരും? 10 rupees വരും. ഓക്കെ, പ്രൈസ് നോക്കുക. മാർക്കറ്റ് പ്രൈസ് എത്രയാണ് തന്നിരിക്കുന്നത്? നേരത്തെ ഞാൻ 17.50 എന്നാണ് മാർക്കറ്റ് പ്രൈസ് വായിച്ചത്. അത് 11.50 ആണ് കേട്ടോ. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 11.50 എന്ന് എടുത്തെഴുതുക. ഇനി മാർജിനൽ കോസ്റ്റ് 10ഉം മാർക്കറ്റ് പ്രൈസ് 11.5 ആണ്. കമ്പാരിസൺ നടത്തുക. ഇവിടെ മാർജിനൽ കോസ്റ്റാണ് മാർക്കറ്റ് പ്രൈസിനെക്കാട്ടിയും കുറവ് വരുന്നത് അല്ലേ. സോ മാർജിനൽ കോസ്റ്റ് ഈസ് ലെസ് ദാൻ മാർക്കറ്റ് പ്രൈസ്. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു മേക്ക് ദി കോമ്പോണൻറ്റ്. മാർക്കറ്റ് പ്രൈസിനെക്കാട്ടിയും മാർജിനൽ കോസ്റ്റ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ കോമ്പോണൻറ്റ് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. ബിയിൽ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ്? വാട്ട് വുഡ് ബി യുവർ ഡിസിഷൻ ഇഫ് ദ സപ്ലയർ ഓഫേർഡ് കോമ്പോണൻറ്റ് rupees 9.70 ഈച്ച്. അതായത് നേരത്തെ പറഞ്ഞ ഡിസിഷനിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? സപ്ലയർ ഓഫർ ചെയ്യുന്നത് 9.70 ആണെങ്കിൽ കോമ്പോണൻറ്റിന്, അതായത് ആ മാർക്കറ്റ് പ്രൈസ് 11.50 പകരം 9.70 ആണെങ്കിൽ ഡിസിഷനിൽ ചേഞ്ച് ഉണ്ടോ, അല്ലെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ ഡിസിഷൻ എന്നാണ്. അന്നേരം മാർക്കറ്റ് പ്രൈസ് എത്രയാണ്? 9.70 അല്ലേ. അന്നേരം 9.70 10ഉമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് വരിക?
മാർക്കറ്റ് പ്രൈസ് ഈസ് ലെസ് ദാൻ മാർജിനൽ കോസ്റ്റ് വരും. മാർജിനൽ കോസ്റ്റിനെക്കാട്ടിയും കുറവ് വരിക മാർക്കറ്റ് പ്രൈസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു ബൈ ദ കോമ്പോണൻറ്റ് ഫ്രം ദി മാർക്കറ്റ്. അന്നേരം എന്താണ് ഡിസിഷൻ എഴുതേണ്ടത്? ആ ഒരു കോമ്പോണൻറ്റ് പുറത്തുനിന്ന് വാങ്ങുന്നതായിരിക്കും നല്ലത് എന്ന് എഴുതുക.